നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും +1 ഫിസിക്സിലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻസിൻ്റെ ബേസിൽ ഞാനൊരു അസൈൻമെൻറ്റ് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് ചെയ്ത് കൃത്യമായ ആൻസർ കണ്ടെത്തി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ ബേസിലുള്ള ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന ടോപ്പിക്കാണ്. എനർജി നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 3/2 kBT. ഒരു മോളിക്യൂളിന്റെ എനർജിയാണ് നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുന്നത് 3/2 kBT. ഈ എനർജിയെ നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ പോവുകയാണ്. ആർക്കൊക്കെ? മോളിക്യൂളിന് പല രീതിയിലുള്ള ചലന സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെല്ലാം മോണോ അറ്റോമിക് ഗ്യാസിനെ പറ്റിയാണ്, ഒറ്റ ഒരു സിംഗിൾ മോളിക്യൂളിനെ പറ്റിയിട്ടാണ്. അതിന് എന്തെല്ലാം ചലന സ്വാതന്ത്ര്യമുണ്ട് ആ ഗ്യാസ് മോളിക്യൂളിന്? എക്സ് ആക്സിസിൽ ട്രാവൽ ചെയ്യാം, വൈ ആക്സിസിൽ ട്രാവൽ ചെയ്യാം, സെഡ് ആക്സിസിൽ ട്രാവൽ ചെയ്യാം. ഇതിനെല്ലാം നമ്മൾ ട്രാൻസ്ലേഷണൽ മൂവ്മെന്റ് എന്ന് പറയുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് മൂവ്മെന്റ്സ്. ഒരു മോളിക്യൂളിന് എത്ര ചലന സ്വാതന്ത്ര്യമുണ്ട്, ഏതെല്ലാം രീതിയിൽ അതിന് മൂവ് ചെയ്യാം, അതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇത് നിങ്ങൾക്കൊരു പുതിയ വാക്കാണ് അല്ലേ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് പറയാം. ചലന സ്വാതന്ത്ര്യം, ഏതെല്ലാം രീതിയിൽ അതിന് ചലിക്കാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ് ബൈ വിച്ച് a system can move, a dynamical system can move. ഒരു സിസ്റ്റത്തിന് എന്തെല്ലാം രീതിയിൽ ചലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. ഞാനൊരു മോണോ അറ്റോമിക് മോളിക്യൂള് നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ ആണെന്ന് സങ്കല്പിക്കുക. ഇതിന് ഏതെല്ലാം ചലന സ്വാതന്ത്ര്യമുണ്ട്, എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? ഇതിന് എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യാം, വൈ ആക്സിസിലൂടെ മൂവ് ചെയ്യാം, സെഡ് ആക്സിസിലൂടെ മൂവ് ചെയ്യാം. 3 ചലന സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂളിന് നമ്മൾ പറയാണ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ചലന സ്വാതന്ത്ര്യമാണ്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി, ഒരു സിസ്റ്റത്തിന് ടോട്ടൽ എത്ര എനർജി ഉണ്ടോ അതിനെ തുല്യമായി ഭാഗിച്ചു കൊടുക്കും. ആർക്കൊക്കെ? ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും. ടോട്ടൽ എനർജിയെ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. മോണോ അറ്റോമിക് ഗ്യാസിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 3. മോണോ അറ്റോമിക് ഗ്യാസിന്റെ എനർജി എത്രയാണ്? 3/2 kBT. അപ്പൊ 3/2 kBTയെ 3ആയിട്ട് ഭാഗിക്കുക. എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും തുല്യമായി എനർജി വീതിച്ചു കൊടുക്കണം. 3/2 kBTയെ 3ആയിട്ട് തുല്യമായിട്ട് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര എനർജി വീതം കിട്ടും? ½ kBT. അപ്പൊ എക്സ് ആക്സിസിലെ മൂവ്മെന്റിന് ½ kBT എനർജി കിട്ടും, വൈ ആക്സിസിലെ മൂവ്മെന്റിന് ½ kBT എനർജി കിട്ടും, സെഡ് ആക്സിസ് മൂവ്മെന്റിനും ½ kBT എനർജി കിട്ടും. ദിസ് ഈസ് ലോ ഓഫ് equipartition of energy. The total energy is equally distributed to all degrees of freedom. ഈ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയിൽ നിന്ന് ഏത് തരത്തിലുള്ള ഗ്യാസ് മോളിക്യൂളിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടെത്താം. അതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയുടെ ആപ്ലിക്കേഷൻ. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി?
ഒരു സബ്സ്റ്റൻസിൻ്റെ ആ സബ്സ്റ്റൻസിൻ്റെ മാസിനൊരു പ്രത്യേകതയുണ്ട്, 1 കിലോഗ്രാം. 1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടണം. ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ സാധിക്കുക? ഹീറ്റ് എനർജി കൊടുക്കുക. അപ്പം ഹീറ്റ് എനർജി കൊടുത്ത് 1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടുവാൻ എത്ര ഹീറ്റ് വേണം? ഈ ഹീറ്റിൻ്റെ എമൗണ്ടിന് പറയുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of 1 kilogram substance by 1 degree Celsius. ഗ്യാസസിനെ നമുക്ക് എങ്ങനെയൊക്കെ ചൂടാക്കാം? ഗ്യാസസിനെ നമുക്ക് 2 രീതിയിൽ ചൂടാക്കാം. കണ്ടെയ്നർ അടച്ചു വെച്ചിട്ട് ചൂടാക്കാം, കണ്ടെയ്നർ തുറന്നു വെച്ചിട്ട് ചൂടാക്കാം. കണ്ടെയ്നർ അടച്ചു വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ടെയ്നർ അടച്ചു വെക്കുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആണ്. കണ്ടെയ്നർ തുറന്നു വെച്ചാൽ ഗ്യാസ് ചൂടാവുന്നതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് പുറത്തേക്ക് വ്യാപിക്കും. അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് അല്ല, പക്ഷെ ആ കേസിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഗ്യാസസിനെ ചൂടാക്കാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ബൈ കീപ്പിംഗ് ദ വോളിയം കോൺസ്റ്റന്റ്, ബൈ കീപ്പിംഗ് ദ പ്രഷർ കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് വീട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും. ഒരു പാത്രം അടച്ചു വെച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്, തുറന്നു വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് എപ്പോഴാണ്? അടച്ചു വെച്ചിട്ട് ചൂടാക്കുമ്പോൾ. അപ്പോൾ അടച്ചു വെച്ച് ചൂടാക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുന്ന പ്രോസസ്സ് എളുപ്പമാണ്, കുറച്ച് ഹീറ്റ് എനർജി മതി. അപ്പം ഞാൻ 2 രീതിയിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഗ്യാസസിന്റെ കേസിൽ അടച്ചു വെച്ചിട്ട് ചൂടാക്കുക, വോളിയം കോൺസ്റ്റന്റ് ആക്കുക. അതിനെ ഞാൻ പറയുന്ന പേരാണ് CV, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. It is the heat energy required to raise the temperature of 1 kilogram substance by 1 degree Celsius at constant volume. അതുപോലെ തുറന്നു വെച്ചിട്ടും ചൂടാക്കാം. ആ കേസിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ CP എന്ന് വിളിക്കുക. CP, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. It is the amount of heat energy to require to raise the temperature of 1 kilogram substance by 1 degree Celsius at constant pressure. ഏതായിരിക്കും കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? തുറന്നു വെച്ച് ചൂടാക്കുമ്പോൾ. സോ CP is greater than CV. കെമിസ്ട്രിയിൽ നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, മേയേഴ്സ് റിലേഷൻ. CP മൈനസ് CV. അത് നമുക്കിവിടെ ആവശ്യമുണ്ട്. CP മൈനസ് CV is equal to യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ക്യാപിറ്റൽ R. ഇത്രയും ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒരു ഗ്യാസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടെത്താൻ പോവുകയാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ അഡയബാറ്റിക് കോൺസ്റ്റന്റ് ഗാമ എന്ന് പറയുന്ന അഡയബാറ്റിക് കോൺസ്റ്റന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ കാൽക്കുലേഷന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. തൊട്ട് മുമ്പത്തെ തെർമോഡൈനാമിക്സിന്റെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഞാനൊരു സിസ്റ്റത്തിന് കുറച്ച് ഹീറ്റ് എനർജി കൊടുത്താൽ അവൻ 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. കുറച്ച് എനർജി എടുത്ത് സ്വന്തം എനർജി കൂട്ടുവാൻ വേണ്ടിയിട്ട്, ഇന്റേണൽ എനർജി കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കും. ബാക്കി കുറച്ച് എനർജി അവൻ പുറത്ത് വേറെ ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ വർക്കാക്കി മാറ്റും. സോ ഞാൻ കൊടുക്കുന്ന എനർജി ΔQ is equal to ഇന്റേണൽ എനർജി കൂട്ടുവാൻ ഉപയോഗിക്കുന്നു ΔU പ്ലസ് വർക്ക് P∆V. ഈ പ്രോസസ്സ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. കോൺസ്റ്റന്റ് വോളിയം അടച്ചു വെച്ചിട്ടാണ് ഞാൻ ഹീറ്റ് എനർജി കൊടുക്കുന്നതെങ്കിൽ ΔV 0 ആയിരിക്കും, വോളിയത്തിന് ചേഞ്ച് ഇല്ല. സോ ΔQ ഈക്വൽസ് ΔU. ഞാൻ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനും ഇന്റേണൽ എനർജിയുടെ ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യും. എന്തിനാണ് ഞാൻ ഈ റിലേഷൻ കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, ΔQ ബൈ ΔT. അപ്പൊ ഞാൻ അടച്ചു വെച്ചിട്ടാണ് ചൂടാക്കുന്നതെങ്കിൽ ΔQ എന്ന് പറയുന്നത് ΔU തന്നെയാണ്. അപ്പോ എനിക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ സ്ഥാനത്ത് കിട്ടുന്നത് CV ആണ്. CV ഈക്വൽസ് ΔU ബൈ ΔT. എനർജി കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് CV കാൽക്കുലേറ്റ് ചെയ്യാം. CV അറിഞ്ഞാൽ CP കാൽക്കുലേറ്റ് ചെയ്യാം മേയേഴ്സ് റിലേഷൻ ഉപയോഗിച്ച്.
സി പിയും സി വിയും കണ്ടെത്തി കഴിഞ്ഞാൽ അഡയബാറ്റിക് കോൺസ്റ്റന്റ് ഗാമ ഇസ് ഈക്വൽ ടു സി പി ബൈ സി വി, ഇതും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം എൻ്റെ ജോലി ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ വഴി? ആ സിസ്റ്റത്തിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് അറിയുക. ഏതെല്ലാം രീതിയിലുള്ള ചലന സ്വാതന്ത്ര്യം അതിനുണ്ട് എന്നറിയുക. അപ്പൊ നമ്മൾ പല സിസ്റ്റംസ് ഇനി കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ ആദ്യത്തേതാണ് മോണോ അറ്റോമിക് ഗ്യാസ്. ഒറ്റ ഒരു ആറ്റം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്യാസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. ഈ ഗ്യാസ് മോളിക്യൂളിന് 3 ചലന സ്വാതന്ത്ര്യമേ ഉള്ളൂ. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം along x axis, along y axis, along z axis. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും 1/2 kBt എനർജി ഉണ്ട്. അപ്പൊ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ 3/2 kBt എനർജി ഉണ്ട്. ഒരു മോൾ സബ്സ്റ്റൻസ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? അവഗാഡ്രോ നമ്പർ. ഒരാളുടെ എനർജിയാണ് 3/2 kBt. അങ്ങനെയെങ്കിൽ 1 മോളിന്റെ എനർജി എത്രയായിരിക്കും? 3/2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു kBt. അവഗാഡ്രോ നമ്പർ ഇൻറ്റു kB എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചതാണ്. സോ Na ഇൻറ്റു kB ഈസ് R. 1 മോൾ സബ്സ്റ്റൻസിന്റെ എനർജി എന്ന് പറയുന്നത് 3/2 RT. ഈ എനർജി കിട്ടിയാൽ എന്താണ് കാര്യം? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് സി വി കാൽക്കുലേറ്റ് ചെയ്യാം. Specific heat capacity at constant volume CV is equal to delta U by delta T. അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നതാണ് 3/2 R. CV കാൽക്കുലേറ്റ് ചെയ്താൽ CP കണ്ടുപിടിക്കാം. CP എന്ന് പറയുന്നത് CV പ്ലസ് R, മേയേഴ്സ് റിലേഷൻ. സോ 3/2 R പ്ലസ് R is equal to 5/2 R. CVയും CPയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡയബാറ്റിക് കോൺസ്റ്റന്റ് ഗാമ കാൽക്കുലേറ്റ് ചെയ്യാം. ഗാമ ഇസ് ഈക്വൽ ടു സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു 5/3. ഇത് മോണോഅറ്റോമിക് ഗ്യാസിന്റെ കേസാണ്. ഇനി ഞാൻ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസിന്റെ കേസാണ്. ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് മോളിക്യൂളിൽ 2 ആറ്റംസ് ഉണ്ടാവും. O2, N2 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ ആണ്. കണ്ടോ, 2 ആറ്റംസ് ഉണ്ട് ഈ മോളിക്യൂളിന്റെ കേസിൽ. ഇത് ബോണ്ടാണ്, അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ട്. ഇവർക്ക് ഏതെല്ലാം രീതിയിലുള്ള ചലന സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. 2 കേസസ് ആയിട്ടാണ് ഡയറ്റോമിക് മോളിക്യൂളിനെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് റിജിഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. ബോണ്ടിന് ഒരു രീതിയിലുള്ള മൂവ്മെന്റും പോസിബിൾ അല്ല. ഓക്കെ, രണ്ടാമത്തെ കേസാണ് നോൺ റിജിഡ് എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് അത്ര റിജിഡ് അല്ല. ബോണ്ടിന് എക്സ്പാൻഷൻ, കംപ്രഷൻ, വൈബ്രേഷൻ പോസിബിൾ ആണ്. അപ്പൊ ആദ്യത്തേത് റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ. ഏതെല്ലാം മൂവ്മെന്റ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എക്സ് ആക്സിസിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, വൈ ആക്സിസിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, സെഡ് ആക്സിസിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. സോ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ മോളിക്യൂൾസിന് റൊട്ടേഷൻ പോസിബിൾ ആണ്. അതിന്റെ ബോണ്ടിന് അബൌട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ 3 റൊട്ടേഷൻസ്. റൊട്ടേഷൻ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, റൊട്ടേഷൻ അബൌട്ട് 2 അതർ പെർപെൻഡിക്കുലർ ആക്സിസ്. ഇതുപോലെ റൊട്ടേഷൻ, ഇങ്ങനത്തെ ഒരു റൊട്ടേഷൻ. 3 റൊട്ടേഷൻസ് പോസിബിൾ ആണ്. പക്ഷെ അതിൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷനിൽ എനർജി നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ബാക്കി എത്ര റൊട്ടേഷൻസ് പോസിബിൾ ആണ്? 2. അപ്പൊ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ടോട്ടൽ എത്രയായി? 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ ടോട്ടൽ എനർജി എത്രയായിരിക്കും? ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും 1/2 kBt എനർജി ഉണ്ട്. 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ ടോട്ടൽ എനർജി എത്രയായിരിക്കും?
5/2 kBt. ഇത് ഒരു മോളിക്യൂളിന്റെ കേസാണ്. അപ്പോൾ 1 മോൾ സബ്സ്റ്റൻസിൽ എത്ര എനർജി ഉണ്ടാവും? ഈ എനർജിയെ അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ആർ ഗെറ്റിംഗ് 5/2 RT, ക്യാപിറ്റൽ R ഇൻറ്റു T. ടോട്ടൽ ഇന്റേണൽ എനർജി കിട്ടിയാൽ അതുപയോഗിച്ച് നമുക്ക് CV കാൽക്കുലേറ്റ് ചെയ്യാം. CV എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? CV is equal to delta U by delta T. So 5/2 R എന്ന് കിട്ടും. അത് CV ആണ്. CP കാൽക്കുലേറ്റ് ചെയ്യാം മേയേഴ്സ് റിലേഷൻ ഉപയോഗിച്ച്. CV plus R 7/2 R എന്ന് കിട്ടും. അപ്പോൾ അഡയബാറ്റിക് കോൺസ്റ്റന്റ് ഗാമ കാൽക്കുലേറ്റ് ചെയ്യാം. CP by CV 7/5 എന്ന് കിട്ടും. ഇതാണ് ഡയറ്റോമിക് റിജിഡ് മോളിക്യൂളിന്റെ കേസ്. അടുത്തതായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡയറ്റോമിക് നോൺ റിജിഡ് മോളിക്യൂൾ ആണ്. അഗെയിൻ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ കൺസിഡർ ചെയ്യുക. X translation, Y translation, Z translational motion, then rotation about 2 axis. അപ്പോൾ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയി. ഇത് കൂടാതെ ഈ ബോണ്ട് ഫിക്സഡ് അല്ല, ബോണ്ടിന് വൈബ്രേഷൻ സാധ്യമാണ്. അപ്പോൾ മോളിക്യൂളിന് ബോണ്ടിന് അബൌട്ട് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് എക്സ്പാൻഡ് ചെയ്യാം, ബോണ്ട് കംപ്രസ് ചെയ്യാം. അപ്പോൾ വൈബ്രേഷൻ കൂടി പോസിബിൾ ആകുമ്പോൾ ആറ്റംസ് അവിടെ ഫിക്സഡ് അല്ല, ആറ്റംസ് ഇതുപോലെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വൈബ്രേഷൻ എന്ന് പറഞ്ഞാലും ഒരു കൈനറ്റിക് എനർജി, ഒരു പൊട്ടൻഷ്യൽ എനർജി, രണ്ട് എനർജിയും ഒരു വൈബ്രേഷന്റെ കൂടെ വരും. അപ്പൊ ഈച്ച് വൈബ്രേഷൻ ഈക്വൽ ടു 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ ടോട്ടൽ നോൺ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂളിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയി? 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 2 rotational degrees of freedom, 1 vibration, but each vibration contributes 2 degrees of freedom. അതിന്റെ kinetic എനർജിയും അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയും. സോ ടോട്ടൽ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇന്റേണൽ എനർജി ഓഫ് 1 മോളിക്യൂൾ എത്രയായിരിക്കും? 7/2 kBt. 1 മോളിൻ്റെത് 7/2 RT. അപ്പോൾ CV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡെൽറ്റ U by ഡെൽറ്റ T 7/2 R. അപ്പോൾ CP അതിൻ്റെ കൂടെ ഒരു R കൂടെ ആഡ് ചെയ്യുക. സോ 9/2 R ആൻഡ് ഗാമ ഈക്വൽസ് 9/7. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് പോളി അറ്റോമിക് ഗ്യാസസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൽ 2ൽ കൂടുതൽ ആറ്റംസ് ഉണ്ട്. 2ൽ കൂടുതൽ ആറ്റംസ് ഉണ്ടെങ്കിൽ അത്രയും ബോണ്ട്സ് ഉണ്ടാവും. കുറേ ബോണ്ടുകൾ വെച്ചിട്ടായിരിക്കും ഇവരെ നമ്മൾ കണക്ട് ചെയ്യുക. ആ കേസിൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. 3 ട്രാൻസ്ലേഷൻ അവിടെ ഉണ്ടാകും, 3 റൊട്ടേഷനും കൺസിഡർ ചെയ്യേണ്ടി വരും. എത്ര വൈബ്രേഷൻ ഉണ്ടാവും? കൃത്യമായിട്ട് പറയാൻ സാധിക്കുമോ നമുക്ക്? എത്ര ബോണ്ട് ഉണ്ടെന്ന് അറിയണം, എത്ര വൈബ്രേഷൻ ഉണ്ടെന്ന് അറിയണമെങ്കിൽ. അപ്പോൾ F ഉണ്ടെന്ന് വിചാരിക്കുക. F നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ വൈബ്രേഷനും 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പൊ F വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ 2F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. സോ ടോട്ടലി എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? 3 ട്രാൻസ്ലേഷണൽ മോഷൻ, 3 റൊട്ടേഷണൽ മോഷൻ ആൻഡ് 2F വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ടോട്ടലി 6 പ്ലസ് 2F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ എനർജി എത്ര വരും? 6 പ്ലസ് 2F into half kBt, that is 3 plus F into kBt. അങ്ങനെയെങ്കിൽ ഒരു മോളിന്റെ എനർജി എത്ര വരും? 3 plus F into RT. അതുപയോഗിച്ച് നമുക്ക് CV കാൽക്കുലേറ്റ് ചെയ്യാം. CV is delta U by delta T. So 3 plus F into R. അപ്പോൾ CPO 4 plus F into R. Then what about gamma? Gamma is 4 plus F divided by 3 plus F. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ഓരോ CP CV ഉപയോഗിച്ച് മേയേഴ്സ് റിലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. CP മൈനസ് CV കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ക്യാപിറ്റൽ R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് ആണ്.
സോളിഡ്സിന്റെ കേസിൽ വൈബ്രേഷണൽ മൂവ്മെന്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അവർക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് ട്രാൻസ്ലേഷൻ മോഷനോ അല്ലെങ്കിൽ റൊട്ടേഷനോ ഒന്നും നടത്താൻ സാധിക്കില്ല. അപ്പോൾ എന്തായിരിക്കും വൈബ്രേഷണൽ എനർജിയുടെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ? ഓരോ വൈബ്രേഷനും 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ ഈച്ച് വൈബ്രേഷൻ ഈക്വൽസ് KBT എനർജി, ഹാഫ് ഇൻറ്റു 2. സോ KBT എനർജി, ഓരോ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ KBT എനർജിയാണ്. അപ്പൊ 3 ഡയമെൻഷണൽ വൈബ്രേഷൻ ഉണ്ട്. എക്സ് ആക്സിസിൽ വൈബ്രേറ്റ് ചെയ്യാം, Y ആക്സിസ് വൈബ്രേഷൻ ഉണ്ട്, Z ആക്സിസ് വൈബ്രേഷൻ ഉണ്ട്. സോ 3 വൈബ്രേഷൻസ്. സോ ടോട്ടൽ എത്ര എനർജി ആയിരിക്കും? 3 KBT. ഒരു മോളിക്യൂളിന്റെ കേസ് എടുത്താൽ 1 മോളിന് എടുത്താൽ 3 RT. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടുക 3R എന്നാണ്. സോളിഡ്സിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 3R. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഡ്യുലോങ് പെറ്റിറ്റ്സ് ലോ. വാട്ടറിന്റെ കേസ് എടുത്താൽ അത് ലിക്വിഡ് ആണ്, എന്നാലും നമ്മൾ അവിടെയും വൈബ്രേഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോളിഡ്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ 3R ആണ് അതിന്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടുക. പക്ഷെ വാട്ടറിന്റെ കേസിൽ ഒരു മോളിക്യൂളിൽ 3 ആറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിന് കിട്ടുക 9R എന്നാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ചുള്ള ഈ ഡിസ്കഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുകയാണ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മീൻ ഫ്രീ പാത്ത്. Mean free path is the distance travelled by the gas molecule between 2 successive collisions. ഈ ഒരു ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 2 കൊളീഷൻസിനിടയിലുള്ള സമയം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു കണ്ടെയ്നർ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കണ്ടെയ്നറിന്റെ ലെങ്ത് ആണ് വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി. ഗ്യാസ് മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ആണ്, ആവറേജ് വെലോസിറ്റി ആണ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻറ്റു ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഡെൽറ്റ ടി. അപ്പോൾ V ഇൻറ്റു ഡെൽറ്റ ടി നീളമുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്യാസ് മോളിക്യൂൾ മറ്റൊരു ഗ്യാസ് മോളിക്യൂളുമായി കൊളൈഡ് ചെയ്യുന്നത് രണ്ടുപേരുടെയും സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡയമീറ്ററിനോട് ഈക്വൽ ആവുമ്പോഴാണ്. ഓക്കെ, സോ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഇസ് ഈക്വൽ ടു ഡയമീറ്റർ, അവിടെ ഒരു കൊളീഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഡയഗ്രത്തിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡയമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. V ഇൻറ്റു ഡെൽറ്റ ടി സമയം കൊണ്ട് ഗ്യാസ് മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന വോളിയമാണ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഏരിയ എന്ന് പറയുന്നത് πd² ആണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V ഇൻറ്റു ഡെൽറ്റ ടി ആണ്. സോ വോളിയം ഈസ് V ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു πd². യൂണിറ്റ് വോളിയത്തിനകത്ത് n നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഈ വോളിയത്തിനകത്ത് എത്ര ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും? ആദ്യം വോളിയം V ഇൻറ്റു ഡെൽറ്റ ടി, അത് അതിൻ്റെ നീളമാണ്. ഏരിയ πd² ആണ്. യൂണിറ്റ് വോളിയത്തിലെ നമ്പറാണ് n. സോ πd² ഇൻറ്റു n ഇൻറ്റു V ഡെൽറ്റ ടി. ഇത്രയും ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഇത്ര തന്നെ കൊളീഷനും സാധ്യതയുണ്ട്. ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്താൽ എത്ര ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് അത്ര തന്നെ കൊളീഷൻ ഉണ്ടാവും. സോ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് നമ്മൾ കണ്ടെത്തി. ഇത്രയും കൊളീഷൻസ് ഉണ്ടെങ്കിൽ 2 കൊളീഷൻസിനിടയിലുള്ള സമയം എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ്. ഇതാണ് 2 കൊളീഷൻസിനിടയിലുള്ള സമയം. അങ്ങനെയെങ്കിൽ 2 കൊളീഷൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദിസ് ടൈം ഇൻറ്റു വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നൗ യു ആർ ഗെറ്റിംഗ് മീൻ ഫ്രീ പാത്ത് ആസ് 1 by πd² ഇൻറ്റു n. ഇതാണ് മീൻ ഫ്രീ പാത്തിന്റെ എക്സ്പ്രഷൻ, 1 by πd² n. നമ്മളിവിടെ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് കാൽക്കുലേറ്റ് ചെയ്തതിൽ ചെറിയൊരു കറക്ഷൻ വരുത്താനുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിന്റെ ഡിസ്കഷനിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇക്വേഷന്റെ ഡിനോമിനേറ്ററിൽ ഒരു √2 എന്ന ടേം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് മീൻ ഫ്രീ പാത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, പുതിയൊരു ടേം നിങ്ങൾ പഠിച്ചു, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഉപയോഗിച്ച് പല രീതിയിലുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ മീൻ ഫ്രീ പാത്ത് എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനി ഇന്നത്തെ നമ്മുടെ ഡിസ്കഷന്റെ ബേസിൽ ഒരു ചെറിയ അസൈൻമെന്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ്. എ സിലിണ്ടർ ഓഫ് ഫിക്സ്ഡ് കപ്പാസിറ്റി
44.8 liters contains helium gas at standard temperature and pressure. What is the amount of heat needed to raise the temperature of the gas in the cylinder by 15 degree Celsius? Assignment complete ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി.